നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. പതിനാറാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആവേശകരമായ അന്ത്യത്തിലേക്ക്. പരസ്യ പ്രചരണം ചൊവ്വാഴ്ച വൈകിട്ട് വരെ. വ്യാഴാഴ്ച ജനം വിധിയെഴുതും. ആവനാഴിയിൽ അവസാന ആയുധവും പുറത്തെടുത്ത് അതിശക്തമായ പ്രചരണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ. രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച കുന്നംകുളത്ത്. തിങ്കളാഴ്ച വൈകിട്ട് 3:30 ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കുന്നംകുളത്ത് എത്തിച്ചേരുക. സ്വീകരണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും കുന്നംകുളത്ത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും UDF നേതൃത്വം. കുന്നംകുളം നഗരമധ്യത്തിൽ KSRTC ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച അപകടം. ടാങ്കർ ലോറി ഡ്രൈവർക്ക് സാരമായ പരിക്ക്. 1 മണിക്കൂറോളം ക്യാബിനിൽ കുടുങ്ങിയ ഇദ്ദേഹത്തെ പുറത്തെടുത്തത് വാഹനത്തിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചെടുത്ത്. അപകടം ശനിയാഴ്ച പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. ജനം വിധിയെഴുതാൻ ഇനി 5 നാൾ മാത്രം. രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച കുന്നംകുളത്ത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച വൈകിട്ട് 3:30 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കുന്നംകുളത്ത് എത്തിച്ചേരുക. സ്വീകരണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി UDF നേതൃത്വം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണത്തിന് ആവേശം പകരാൻ തിങ്കളാഴ്ച വൈകിട്ട് 3:30 രാഹുൽ ഗാന്ധി കുന്നംകുളത്തെത്തുക. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബദനി സെന്റ് ജോൺ സ്കൂൾ ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന രാഹുൽ പൊതുസമ്മേളന വേദിയായി നിശ്ചയിച്ചിരിക്കുന്ന പഴയ ബസ് സ്റ്റാൻഡിലെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട റോഡ് ഷോ നടത്തില്ല. രാഹുൽ ഗാന്ധി ആദ്യമായാണ് കുന്നംകുളത്തെത്തുന്നത്. നേരത്തെ സഹോദരി പ്രിയങ്ക ഗാന്ധി, പിതാവ് രാജീവ് ഗാന്ധിയും പിതൃമാതാവ് ഇന്ദിരാഗാന്ധി തുടങ്ങിയവരെല്ലാം കുന്നംകുളത്തെത്തി തെരഞ്ഞെടുപ്പ് റാലികളിൽ സംബന്ധിച്ചിരുന്നു. രാഹുൽ ആദ്യമായി കച്ചവട നഗരിയിലെത്തുമ്പോൾ ആവേശകരമായ സ്വീകരണമാണ് ഒരുക്കുകയെന്ന് UDF നേതൃത്വം വ്യക്തമാക്കി. PT അജയ്മോഹൻ UDF സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി കുന്നംകുളത്ത് 6-ാം തീയതി വൈകിട്ട് 3 മണിക്ക് എത്തുകയാണ്. ആളുകൾ ഒരു 5000-ൽ കൂടുതൽ ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ളതായ സജ്ജീകരണങ്ങൾ നടത്തുന്നതിൻ്റെ തിരക്കിലാണ്. വലിയ മഹത്തായിട്ടുള്ള ഒരു ചരിത്ര സംഭവമായി കുന്നംകുളത്ത് രാഹുൽ ഗാന്ധിയുടെ ആ വരവ് ആഘോഷിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുന്ന ആ ഒരു സന്തോഷ വിവരം നിങ്ങളെ ഏവരെയും അറിയിക്കുകയാണ്. മാളയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് രാഹുൽ കുന്നംകുളത്തെത്തുക. ഇവിടെ നടക്കുന്ന പ്രചരണ യോഗത്തിൽ കുന്നംകുളത്തിന് പുറമെ സമീപ നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും സംബന്ധിക്കും. കുന്നംകുളത്ത് UDF സ്ഥാനാർത്ഥി ഉജ്ജ്വല വിജയം നേടുമെന്നും UDF നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് CB രാജീവ്, KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, DCC ജനറൽ സെക്രട്ടറിമാരായ KC ബാബു, K ജയശങ്കർ, UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാനും CMP ജില്ലാ സെക്രട്ടറിയുമായ ജയ്സിംഗ് കൃഷ്ണൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ KC മൊയ്തുട്ടി, ഉസ്മാൻ കല്ലാട്ടയിൽ എന്നിവർ പങ്കെടുത്തു. കൊല്ലപ്പെട്ട KP വത്സൻ രക്തസാക്ഷിത്വ ഫണ്ടിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് CPM ക്രമക്കേട് കാണിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് C ഗോപപ്രതാപൻ ആരോപിച്ചു. ഈ കാര്യം അറിയിച്ച് KP വത്സന്റെ മകൻ നിരഞ്ജൻ തന്നെ സമീപിച്ചുവെന്നും ഗോപപ്രതാപൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന UDF കൺവെൻഷനിലാണ് ഗോപപ്രതാപൻ CPMനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. 75 ലക്ഷം രൂപ സമാഹരിച്ച് 35 ലക്ഷം രൂപ മാത്രമാണ് KP വത്സന്റെ കുടുംബത്തിന് നൽകിയതെന്നും ബാക്കിയുള്ള 40 ലക്ഷം രൂപ പാർട്ടി അടിച്ചുമാറ്റിയെന്നും ആരോപിച്ച ഗോപപ്രതാപൻ തന്റെ അച്ഛന്റെ പാർട്ടി ചതിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് മകൻ നിരഞ്ജൻ തന്നെ സമീപിച്ചത് എന്നും കൂട്ടിച്ചേർത്തു. ഈ കഴിഞ്ഞ 18-20 കൊല്ലത്തെ ആ നിക്ഷേപത്തിന്റെ പലിശയായിട്ടാണ് ബാക്കിയുള്ള ഈ 55-60 ലക്ഷം വരുന്നത്. ആ 60 ലക്ഷം രൂപയാണ് ഈ പയ്യന് നഷ്ടപ്പെട്ടത്. ആ പണം തിരികെ പിടിക്കാൻ വേണ്ടിയാണ് CPMനോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ CPM സഹായിക്കില്ല എന്ന് പറഞ്ഞ് നിരാശനായപ്പോഴാണ് നിരഞ്ജൻ UDFനെ സഹായിച്ചത്.
UDF നിരഞ്ജനെ സഹായിക്കാൻ തയ്യാറായപ്പോഴാണ് നിരഞ്ജനെ സ്വാധീനിച്ചുകൊണ്ട് ഇപ്പൊ വീണ്ടും CPM-ന്റെ പാളയത്തിലേക്ക് കൊണ്ടുപോയി CH റഷീദിനെതിരെ ഈ വ്യാജ കുപ്രചരണം നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJP-യും ദേശീയ ജനാധിപത്യ സഖ്യവും മുന്നോട്ട് വെക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ദേശീയ ജനാധിപത്യ സഖ്യം മണലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത കേരളം എന്ന മുദ്രാവാക്യം BJP മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ സത്യസന്ധതയും വസ്തുതയുമുണ്ടെന്ന് ആളുകൾക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ബോധ്യമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 12 വർഷക്കാലത്തെ അനുഭവമാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വികസനത്തെക്കുറിച്ച് പറയാൻ അവകാശമുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും മാത്രമാണ് എന്നുള്ളതാണ് വർത്തമാനകാല ഭാരതം നമ്മെ പഠിപ്പിക്കുന്നത്. ആ വികസനം കേരളത്തിലും ഉണ്ടാകണം. കേരളത്തിന്റെ മുഖച്ഛായ മാറണം. അതിനാണ് BJP ശ്രമിക്കുന്നതെന്നും MT രമേശ് കൂട്ടിച്ചേർത്തു. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വികസനത്തെക്കുറിച്ച് പറയാൻ അവകാശമുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും മാത്രമാണ് എന്നുള്ളതാണ് വർത്തമാനകാല ഭാരതം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വികസനം കേരളത്തിലും ഉണ്ടാവണം. കേരളത്തിന്റെ മുഖച്ഛായ മാറണം. കേരളത്തിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ പഠിക്കാൻ സാധിക്കണം. ഏറ്റവും ആധുനികമായിട്ടുള്ള സർവകലാശാല വിദ്യാഭ്യാസം ലഭിക്കുന്ന നാടായിട്ട് കേരളത്തെ മാറ്റണം. എല്ലാവർക്കും വീടുണ്ടാക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. എല്ലാവർക്കും കുടിവെള്ളം കിട്ടണം. എല്ലാവർക്കും ആരോഗ്യ പരിപാലനം ഉണ്ടാവണം. ചൂണ്ടൽ സെന്ററിൽ നടന്ന പൊതുയോഗത്തിൽ BJP ചൂണ്ടൽ മേഖലാ പ്രസിഡന്റ് സരിത ജയേഷ് അധ്യക്ഷയായി. BJP മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ, ജനറൽ സെക്രട്ടറി PG ജിനീഷ്, വൈസ് പ്രസിഡന്റുമാരായ മോഹിനി ടീച്ചർ, സന്തോഷ് കൊലാരി, കേച്ചേരി മേഖലാ പ്രസിഡന്റ് മുരളീദാസ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ എരുവപ്പെട്ടിയിൽ പര്യടനം നടത്തി. കിഴക്കേ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് കടങ്ങോട് റോഡ് ജംഗ്ഷനിലെത്തി പിന്നീട് സ്കൂൾ പരിസരത്ത് സമാപിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിലും ഓട്ടോ ടാക്സി തൊഴിലാളികളോടും വഴിയാത്രക്കാരോടും വോട്ട് അഭ്യർത്ഥിച്ചു. LDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ TK മനോജ്, കൺവീനർ S ബസന്തലാൽ, NCP ജില്ലാ സെക്രട്ടറി TG സുന്ദർലാൽ, CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, എരുവപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സായുധ സേനയായ SSB സേനാംഗങ്ങളും വടക്കേക്കാട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. പനന്തറയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആൽത്തറ സെന്ററിൽ സമാപിച്ചു. കമാൻഡന്റ് ത്രിഭുവൻ സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന റൂട്ട് മാർച്ചിൽ 40-ലധികം കേന്ദ്ര സായുധ സേനാംഗങ്ങൾ പങ്കെടുത്തു. വടക്കേക്കാട് SHO PP ജസ്റ്റിൻ, സബ് ഇൻസ്പെക്ടർ പ്രമോദ് എന്നിവരും 15ഓളം പോലീസ് ഉദ്യോഗസ്ഥരും പങ്കാളികളായി. വരും ദിവസങ്ങളിൽ വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിൽ തന്ത്രപ്രധാന മേഖലകളിൽ റൂട്ട് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നകുലാർ ദേശ്മുഖ് അറിയിച്ചു. പ്രവർത്തകരിൽ ആവേശം നിറച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന കുടുംബയോഗങ്ങൾ. മണലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി KK അനീഷ് കുമാറിന്റെ വിജയത്തിനായാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പങ്കെടുത്ത കുടുംബയോഗം ചേർന്നത്. A ക്ലാസ് മണ്ഡലമായി BJP കണക്കുകൂട്ടിയിട്ടുള്ള മണലൂരിൽ NDA സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കുന്നതിനായാണ് സംസ്ഥാന നേതാക്കൾ തന്നെ നേരിട്ട് കുടുംബയോഗങ്ങൾ ചേരുന്നത്. ചൂണ്ടൽ പഞ്ചായത്തിലെ പയ്യൂരിൽ മുതിർന്ന BJP നേതാവ് സുധാകരന്റെ വസതിയിൽ നടന്ന കുടുംബയോഗം MT രമേശ് ഉദ്ഘാടനം ചെയ്തു. വികസിത കേരളം യാഥാർത്ഥ്യമാകണമെങ്കിൽ BJP കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് MT രമേശ് പറഞ്ഞു. കേരളത്തിൽ മുൻകാലങ്ങളിലെ പോലെ ഇടതും വലതും മാത്രമല്ല BJPയും ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. വിജയിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് BJPക്കുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP ചൂണ്ടൽ മേഖലാ പ്രസിഡന്റ് സരിത ജയേഷ് അധ്യക്ഷയായി. പാവർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് കോലാരി, ജനറൽ സെക്രട്ടറി PG ജിനീഷ്, പ്രാദേശിക നേതാക്കളായ MS സുധാകരൻ, മണികണ്ഠൻ കണ്ടംപള്ളി, MS സതീശൻ, ജോസഫ് തലക്കോട്ടൂർ, ശ്രീജിത്ത് പയ്യൂർ, KG രഞ്ജിത്ത്, സുനിൽ പയ്യൂർ എന്നിവർ സംസാരിച്ചു. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ പര്യടനം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ആവേശകരമായി സ്വീകരണങ്ങൾ ഒരുക്കി പ്രവർത്തകർ. ശനിയാഴ്ച രാവിലെ തൈക്കാട് മേഖലയിലും ഉച്ചയ്ക്ക് ശേഷം എളവള്ളി പഞ്ചായത്തിലുമായിരുന്നു പര്യടനം. തുറന്ന വാഹനത്തിൽ കൈകൾ വീശി വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ടായിരുന്നു സ്ഥാനാർത്ഥി പര്യടനം നടന്നത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ കാണുവാനും ആശീർവദിക്കാനുമായി എത്തിയത്. രാവിലെ 8 മണിക്ക് തൈക്കാട് തിരുവ് സെന്ററിൽ KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് പര്യടനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റഷീദ് കുന്നിക്കൽ, BV ജോയ്,
AT സ്റ്റീഫൻ മാസ്റ്റർ, റഷീദ് കുന്നിക്കൽ, ലതാ പ്രേമൻ, സത്യൻ കുന്നത്തുള്ളി, മഹറൂഫ്, TM ഷെജിൻ, കൃഷ്ണകുമാർ എന്നിവർ സംബന്ധിച്ചു. വില്ലുംപടി, പാലാബസാർ, കോതക്കുളങ്ങര, ചിറ്റാട റോഡ്, ചക്കംകണ്ടം മസ്ജിദ് എന്നിവിടങ്ങളിലെ സ്വീകരണ ശേഷം മാമബസാറിൽ സമാപിച്ചു. ഉച്ചയ്ക്ക് ശേഷം എളവള്ളി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CCTV ഒരുക്കുന്ന പ്രത്യേക സ്ഥാനാർത്ഥി ചർച്ച ജനുവരി 2026 അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞായറാഴ്ച ഗുരുവായൂരിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി CH റഷീദ് പങ്കെടുക്കുന്ന ചർച്ച രാവിലെ 10 മണിക്ക് സംപ്രേഷണം ചെയ്യും. മാറാനുറച്ച് ഗുരുവായൂർ എന്ന മുദ്രാവാക്യം നടത്തുന്ന പ്രചരണത്തിലൂടെ ലഭിക്കുന്ന ആത്മവിശ്വാസം, എതിർ സ്ഥാനാർത്ഥിയുടെ വിവാദ പരാമർശം വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുമോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എതിർ പാർട്ടികൾ തമ്മിൽ ഡീൽ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ CH റഷീദ് മനസ്സ് തുറക്കും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ശേഷം വൈകിട്ട് 6 മണിക്കും രാത്രി 10:30ക്കും പുനഃസംപ്രേഷണവും ഉണ്ടാകും. കുന്നംകുളത്തെ KSRTC ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച അപകടം. ടാങ്കർ ലോറി ഡ്രൈവർ 1 മണിക്കൂറോളം ക്യാബിനിൽ കുടുങ്ങി. ഒടുവിൽ വാഹനത്തിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഇദ്ദേഹത്തെ പുറത്തെടുത്തത്. കുന്നംകുളം നഗരമധ്യത്തിൽ KSRTC ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് വലിയ അപകടമാണ് ഉണ്ടായത്. ടാങ്കർ ലോറി ഡ്രൈവർ മലപ്പുറം മൊറയൂർ സ്വദേശി തിരുവാലിപ്പറമ്പ് വീട്ടിൽ 53 വയസ്സുള്ള ഷൌക്കത്തിനാണ് സാരമായി പരിക്കേറ്റത്. ശനിയാഴ്ച പുലർച്ചെ 3:30യോടെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർ ഡീലക്സ് ബസും കോഴിക്കോട് ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പാമോയിൽ കയറ്റാനായി പോയ ടാങ്കർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ടാങ്കർ ലോറിയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. ബസിന്റെ മുൻഭാഗത്തിനും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് ടാങ്കർ ലോറിയുടെ ഡ്രൈവർ ഷൌക്കത്ത് തകർന്ന ക്യാബിനുള്ളിൽ കുടുങ്ങി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കുന്നംകുളം ഫയർഫോഴ്സ് യൂണിറ്റ് ഏറെ പരിശ്രമിച്ചാണ് ഇയാളെ പുറത്തെടുത്തത്. ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ലോറിയുടെ മുൻവശത്തെ സീറ്റും മറ്റു ഭാഗങ്ങളും മുറിച്ചുമാറ്റിയ ശേഷമാണ് ഡ്രൈവറെ പുറത്തിറക്കിയത്. ഇദ്ദേഹത്തിന്റെ 2 കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു. ഷൌക്കത്തിനെ ഉടൻ തന്നെ സമീപമുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ നടന്ന അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്നും നീക്കം ചെയ്ത ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും 108ാമത് സംയുക്ത ഊട്ടുതിരുനാൾ ഏപ്രിൽ 6, 7, 8, 9 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് രാത്രി 11:30 ഉയിർപ്പ് തിരുകർമ്മങ്ങൾക്കും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം തിരുനാൾ കൊടിയേറ്റം നടക്കും. ഏപ്രിൽ 6 വൈകിട്ട് 5:30 ഫാദർ തോമസ് പൂപ്പാടിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മമുണ്ടാകും. 7-ാം തീയതി അമ്പ് വള പ്രദക്ഷിണം വീടുകളിലേക്കും തിരിച്ച് പള്ളിയിലേക്കും എത്തും. തുടർന്ന് 300-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന മെഗാ ബാൻഡ് മേളം നടക്കും. തിരുനാൾ ദിനമായ ഏപ്രിൽ 8 ബുധനാഴ്ച രാവിലെ 7-ന് വിശുദ്ധ കുർബാന, തിരുനാൾ ഊട്ട്, വെഞ്ചിരിപ്പ് എന്നിവ നടക്കും. പായസം ഉൾപ്പെടെ 10,000 പേർക്കുള്ള ഭക്ഷണം തിരുനാൾ ഊട്ടിൽ നൽകും. പള്ളി വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ കാർമ്മികത്വം വഹിക്കും. 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികനാകും. തുടർന്ന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജേസൺ കൂനംപ്ലാക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികനാകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും 108ാമത്തെ സംയുക്ത തിരുനാളാണ്. കൂട്ടുതിരുനാളായിട്ടാണ് ഞങ്ങൾ ആഘോഷിക്കുക. തിരുനാളിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഈ വർഷം കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുക. രോഗികൾക്ക് മെഡിക്കൽ എയ്ഡായിട്ട് അവർക്ക് സഹായിക്കുകയാണ്. അപ്പോൾ അന്ന് ബുധനാഴ്ച ജനങ്ങൾക്കായിട്ട് ഊട്ടാണ്, നേർച്ച ഊട്ടാണ് ഉണ്ടായിരിക്കുക. തലേദിവസം ചൊവ്വാഴ്ച അന്ന് രാവിലെ വീടുകളിലേക്ക് അമ്പ് ഇറങ്ങും. വൈകിട്ടാണ് അമ്പ് തിരിച്ചു വരിക. ഏകദേശം ഒരു 11:30 കൂടിയാണ് പള്ളിയിൽ എല്ലാ അമ്പും സമാപിക്കുക. അതിനുശേഷം പള്ളിയിൽ ഒരു മെഗാ ബാൻഡ് മേളം ഉണ്ടായിരിക്കുന്നതാണ്. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ, ട്രസ്റ്റിമാരായ PP ജോസ്, CA മാഗി, ജനറൽ കൺവീനർ ഡെന്നി ഡേവിഡ്, ജോയിന്റ് ജനറൽ കൺവീനർ ജോജു ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. സ്കൂൾ ക്രിക്കറ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി യുവ ക്രിക്കറ്റ് പ്രതിഭകളെ കണ്ടെത്തുവാനായി വടക്കാഞ്ചേരിയിലും തലക്കോട്ടുകരയിലും ഹോപ്പ് ക്രിക്കറ്റ് അക്കാദമിയും വടക്കാഞ്ചേരി ക്രിക്കറ്റ് ക്ലബ്ബും സംയുക്തമായി സമ്മർ ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് ഒരുക്കുന്നത്. ഏപ്രിൽ 6-നും 7-നും 2 ഘട്ടങ്ങളിലായി പ്രാഥമിക സെലക്ഷൻ ട്രയൽസ് നടക്കും. ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്കായിരിക്കും ക്യാമ്പിൽ പ്രവേശനം നൽകുക. BCCI ലെവൽ 1 and 2 കോച്ചും സ്കിൽ ഇന്ത്യ ലെവൽ 2 പരിശീലകനുമായ പ്രശസ്ത കോച്ച് സലീം ഉരമ്പത്താണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്.
അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ മാർഗനിർദ്ദേശങ്ങൾ യുവതാരങ്ങൾക്ക് മികച്ച അടിത്തറ സൃഷ്ടിക്കാൻ സഹായകരമാകും. സെലക്ഷൻ ട്രയൽസിൽ മികവ് പുലർത്തുന്ന ഏറ്റവും മികച്ച താരങ്ങൾക്ക് സ്കോളർഷിപ്പോടെയുള്ള പരിശീലനം നൽകുന്നതാണ്. അണ്ടർ 9, അണ്ടർ 12, അണ്ടർ 14, അണ്ടർ 16, അണ്ടർ 18 എന്നീ വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. ഏപ്രിൽ 6-ന് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലും ഏപ്രിൽ 7-ന് തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലുമായിരിക്കും സെലക്ഷൻ നടക്കുക. സീറ്റുകൾ പരിമിതമായതിനാൽ താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9645990111 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് ക്രിക്കറ്റ് അക്കാദമി ഭാരവാഹികളായ സലീം ഉരമ്പത്ത്, ടിൻഡു വടക്കാഞ്ചേരി, KM മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കളഞ്ഞുകിട്ടിയ സ്വർണം ഉടമയ്ക്ക് തിരികെ നൽകി CPM പ്രവർത്തകർ മാതൃകയായി. ചമ്മന്നൂർ ലക്ഷമേട് ഉന്നതി പരിസരത്ത് താമസിക്കുന്ന സിനി ബാലകൃഷ്ണന്റെ മകളുടെ അരപ്പവൻ തൂക്കമുള്ള കൈച്ചെയിൻ കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടിരുന്നു. ബുധനാഴ്ച LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വീട് കയറിയുള്ള പ്രവർത്തനങ്ങൾക്കിടെ CPM പ്രവർത്തകരായ സജീവന്റെ ഭാര്യ ഷീജ, പ്രേമ ജയപാലൻ എന്നിവർക്കാണ് സ്വർണം വഴിയിൽ നിന്ന് ലഭിച്ചത്. പിന്നീട് ഷീജ ഭർത്താവായ സജീവനെ സ്വർണ്ണമേൽപ്പിച്ചു. സജീവ് ലക്ഷം വീടിന്റെ പരിസരങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ ഉടമയായ സിനി ബാലകൃഷ്ണനെ കണ്ടെത്തി. രാജൻ മാസ്റ്റർ, അലി പുരുഷോത്തമൻ, മുസ്തഫ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്വർണം കൈമാറുകയായിരുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച് വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ദുഃഖശനി ആചരണം വിതരങ്ങളിലായി നടന്നു. വിശദാംശങ്ങളിലേക്ക്. തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് സഭാപരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപൊലീത്ത പ്രധാന കാർമ്മികത്വം വഹിച്ചു. വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച ശുശ്രൂഷകൾ വൈകിട്ട് കബറടക്ക ശുശ്രൂഷയോടെ സമാപിച്ചു. കർത്താവിൻ്റെ ഗാഗുൽത്തായിലേക്കുള്ള യാത്രയെ അനുസ്മരിച്ച് പള്ളിക്കകത്ത് പ്രത്യേക പ്രദക്ഷിണവും നടത്തി. തുടർന്ന് വിശ്വാസികൾക്കായി കഞ്ഞി നേർച്ചയുമുണ്ടായിരുന്നു. ഡീക്കൻ ഔഗൻ മാങ്ങൻ, ഡീക്കൻ ജൊഹാൻ പനക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇടവക വികാരി ഫാദർ ബെന്യാമിൻ ചിറ്റിലപ്പള്ളി, സെക്രട്ടറി ജോഷി ജോസ്, ട്രഷറർ റീഫിസൺ ബാബു എന്നിവരടങ്ങിയ ഇടവക കമ്മിറ്റി നേതൃത്വം നൽകി. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വികാരി ഫാദർ റിജോ വിധേയത്തിൽ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് യേശുവിൻ്റെ മൃതശരീരരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരി കാണിക്കൽ പദയാത്രയുമുണ്ടായിരുന്നു. ബ്രദർ പ്രിൻസ് കിളിയമ്പ്രായിൽ അനുസ്മരണ സന്ദേശം നൽകി. പദയാത്രയ്ക്ക് ട്രസ്റ്റിമാരായ CV ജേക്കബ്, CA ബോസ്, MR ഷെജി, കേന്ദ്രസമിതി കൺവീനർ PI ആൻഡോ, ഇടവക സെക്രട്ടറി KJ ജിജോ, യൂണിറ്റ് ഭാരവാഹികളും നേതൃത്വം നൽകി. മകൻ മരിച്ച് 20-ാം ദിവസം മാതാവ് മരിച്ചു. എരനല്ലൂർ എഴുത്തുപുരയ്ക്കൽ പരേതനായ ബാലൻ മകൻ സുരേഷ് 20 ദിവസവും മരിച്ചിരുന്നു. സുരേഷിന്റെ മാതാവ് 79 വയസ്സുള്ള ദമയന്തി കഴിഞ്ഞ ദിവസവും നിര്യാതയായി. ഉദരസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ശസ്ത്രക്രിയ നടന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ഉഷ, ഷീജ, മുകുന്ദൻ, പ്രമീള എന്നിവരാണ് മറ്റു മക്കൾ. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,835 രൂപ. സ്വർണം പവന് 1,10,1680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചർമ്മം കാണിപ്പയ്യൂർ ബ്ലോക്ക് റോഡിൽ കാർത്തുള്ളിൽ പരേതനായ കണ്ടപ്പു എന്ന ശങ്കരൻ ഭാര്യ ജാനകി നിര്യാതയായി. 96 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ബ്രഹ്മകുളം ചുങ്കത്ത് ജേക്കബ് ഭാര്യ മേരി നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5:30 ബ്രഹ്മകുളം സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. തോമസ് പരേതൻ, സിസിലി, വർഗീസ്, ജോണി, സണ്ണി, ജിൻസി, ആൻസി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. 16-ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആവേശകരമായ അന്ത്യത്തിലേക്ക്. പരസ്യ പ്രചരണം ചൊവ്വാഴ്ച വൈകിട്ട് വരെ. വ്യാഴാഴ്ച ജനം വിധിയെഴുതും. ആവനാഴിയിൽ അവസാന ആയുധവും പുറത്തെടുത്ത അതിശക്തമായ പ്രചരണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ. രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച കുന്നംകുളത്ത്. തിങ്കളാഴ്ച വൈകിട്ട് 3:30 ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി കുന്നംകുളത്ത് എത്തിച്ചേരുക. സ്വീകരണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും കുന്നംകുളത്ത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും UDF നേതൃത്വം.
കുന്നംകുളത്ത് KSRTC ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച അപകടം. ടാങ്കർ ലോറി ഡ്രൈവർക്ക് സാരമായ പരിക്ക്. 1 മണിക്കൂറോളം ക്യാബിനിൽ കുടുങ്ങിയ ഇദ്ദേഹത്തെ പുറത്തെടുത്തത് വാഹനത്തിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചെടുത്ത്. അപകടം ശനിയാഴ്ച പുലർച്ചെ 3:30-ഓടെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.